എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ബാലൻസ് ഉള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാം. നമ്മളപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്ക് മുന്നേ ഉള്ള, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ചാർട്ടർ ആക്ട് പഠിച്ചു അല്ലേ? ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് മെക്കാളെ മിൻസ് പഠിച്ചു. പിന്നെ വുഡ്സ് ഡെസ്പാച്ച് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പഠിച്ചേ? ഹണ്ടർ കമ്മിറ്റി പഠിച്ചല്ലേ? വുഡ്സ് ഡെസ്പാച്ച് കഴിഞ്ഞ് എന്താ പഠിച്ചേ? ഹണ്ടർ കമ്മിറ്റി പഠിച്ചു. അതുപോലെ റാലി കമ്മീഷൻ പഠിച്ചു, സാറ്റ്ലർ കമ്മീഷൻ പഠിച്ചു. ഓക്കെ, അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ബാലൻസ് ആയിട്ട് എന്തൊക്കെ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നതെന്ന് നോക്കാം. അതിലാദ്യമായി വരുന്നത് ഹർട്ടോഗ് കമ്മീഷനാണ്. എന്താ പേര്? ഹർട്ടോഗ്. 1929 ഹർട്ടോഗ് കമ്മീഷൻ. അപ്പൊ നമുക്കറിയാം 1900, അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ നമ്മുടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ശക്തി ആർജിച്ചു കേട്ടോ. എന്താണ്? 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും എന്തായി? നമ്മുടെ ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പുകൾ ശക്തി ആർജിച്ചു. നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ശക്തി ആർജിച്ചു. അതിന്റെ ഫലമായിട്ട് 1927 നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സൈമൺ കമ്മീഷൻ. ഏത് കമ്മീഷൻ? സൈമൺ കമ്മീഷൻ. 1927 ഗവൺമെന്റിന്റെ ചുമതലകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച സൈമൺ കമ്മീഷനെ നമ്മൾ ബ്രിട്ടീഷ് ജനതയല്ല, ഇന്ത്യൻ ജനത എന്ത് ചെയ്തു? നിരാകരിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ നേതാക്കൾ ശക്തിയായിട്ട് ബഹിഷ്കരിച്ചു. എന്നിരുന്നാലും ആ സമയത്താണ് നമ്മുടെ ഹർട്ടോഗ് കമ്മീഷൻ വരുന്നത് കേട്ടോ. എന്നിരുന്നാൽ കൂടിയും അന്നത്തെ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന സർ ഫിലിപ്പ് ഹർട്ടോഗിന്റെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷൻ രൂപീകരിച്ചു. അതിനെയാണ് നമ്മൾ ഹർട്ടോഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് 1929 കേട്ടോ. എന്തിനാണ്? വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഒരു കമ്മീഷൻ നിയമിച്ചത്. അത് ഹർട്ടോഗ് കമ്മീഷനാണ്. ഈ ഹർട്ടോഗ് കമ്മീഷൻ കുറച്ച് ആശയങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ശുപാർശകൾ എന്ത് ചെയ്തിരുന്നു? അത് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ എല്ലാ ശുപാർശകളും അല്ലെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമായവയായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ അപവ്യയവും ഗതിരോധവും. മെയിനായിട്ട് നിങ്ങൾ ഓർക്കുക, വേസ്റ്റേജും സ്റ്റാഗ്നേഷനുമാണ്. മലയാളം എന്താണ്? അപവ്യയവും പിന്നെന്താണ്? ഗതിരോധവും. അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം, വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം എന്നിവ ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു നമ്മുടെ ഹർട്ടോഗ് കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ആ ഒരൊറ്റ ലക്ഷ്യം നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഈ അപവ്യയവും ഗതിരോധവും കൊണ്ടുവന്ന, അല്ലെങ്കിൽ ആ ഒരു ആശയത്തെ മുന്നോട്ട് വച്ച നമ്മുടെ കമ്മീഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണടെ? അത് ഹർട്ടോഗ് കമ്മീഷനാണ്. ഒരു കാരണവശാലും മറക്കരുത്. എന്താണ് അപവ്യയം അല്ലെങ്കിൽ വേസ്റ്റേജ് എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസമില്ലേ, ഒരു ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ, അല്ലെങ്കിൽ 8 തൊട്ട് 14 വരെ, അല്ലെങ്കിൽ 10 വർഷക്കാലം പഠിക്കണം എന്നുള്ള ഒരു നമ്മുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ കൊഴിഞ്ഞു പോവില്ലേ? കുട്ടികൾ, പണ്ടത്തെ കുട്ടികളൊക്കെ കറക്റ്റായിട്ട് പഠിക്കില്ലായിരുന്നു അല്ലേ? യെസ്, അങ്ങനെ അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ വേസ്റ്റേജ് അല്ലെങ്കിൽ അപവ്യയം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ ആ ഒരു എണ്ണത്തിനെയാണ് അപവ്യയം എന്ന് പറയുന്നത്. അതുപോലെ ഗതിരോധം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗതിയും ഇല്ലാതെ വീണ്ടും സെയിം ക്ലാസ്സിലിരിക്കുന്നത്. ഫെയിലിയർ ആയിട്ട് തോട്ടിരിക്കൂലേ? യാതൊരു ഗതിയും ഇല്ലാതെ വീണ്ടും സെയിം ക്ലാസ്സിലിരിക്കുന്ന, നമ്മൾ പറയൂലേ അവൻ്റെയൊക്കെ ഒരു ഗതികേടെന്ന് പറയൂലേ? സെയിം ക്ലാസ്സിൽ പഠിച്ച് മുന്നോട്ട് പോകാതെ ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ആ ഒരു കുട്ടികൾ ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ആ ഒരു എണ്ണത്തിനെയാണ് നമ്മൾ ഗതിരോധം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപവ്യയവും ഗതിരോധവും എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതുമൂലം ഉണ്ടാകുന്ന നഷ്ടം എന്ത് ചെയ്യണം? നമ്മൾ ദൂരീകരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതായത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നമ്മൾ കുറയ്ക്കണം. അതുപോലെ കൂടുതൽ കുട്ടികൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള ആ ഒരു കാലിബർ അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യണം? നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി എടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച
കമ്മീഷനായിരുന്നു ഏത്? ഹർട്ടോഗ് കമ്മീഷൻ. ഓക്കെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അന്തരം, അതായത് സ്ത്രീയും പുരുഷനും സെയിം രണ്ടുപേർക്കും ഒരുപോലുള്ള എഡ്യൂക്കേഷൻ വേണമല്ലോ, അല്ലാതെ പണ്ടുകാലത്ത് സ്ത്രീകളൊന്നും അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു അന്തരം ദൂരീകരിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ കമ്മീഷനാണ് നമ്മുടെ ഹർട്ടോഗ് കമ്മീഷൻ. ഓക്കെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ തലങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് നമ്മുടെ ഹർട്ടോഗ് കമ്മീഷനാണ്. അപ്പൊ ഹർട്ടോഗ് കമ്മീഷൻ പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് അപവ്യയവും ഗതിരോധവുമാണ്. ഓക്കെ, യെസ്. അടുത്ത ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? അധ്യാപക രംഗത്തേക്ക് സമർത്ഥരായവരെ ആകർഷിക്കാൻ പരിശീലനം, വേതനം, സേവന വ്യവസ്ഥകൾ എന്നിവ മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്തു. ചുമ്മാ വന്ന് ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് പോകൂലല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് നല്ല വേതനം കൊടുക്കണം, നല്ല പരിശീലനം കൊടുക്കണം, നല്ല സേവന വ്യവസ്ഥകൾ കൊടുക്കണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നമ്മുടെ ഹർട്ടോഗ് കമ്മീഷനാണ്. നല്ല അധ്യാപകർ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? നല്ല അധ്യാപകർ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് മികച്ച രീതിയിൽ പഠിച്ച് പോവുകയുള്ളൂ എന്നൊരു ആശയം ആര് കൊണ്ടുവന്നു? നമ്മുടെ ഹർട്ടോഗ് കമ്മീഷനാണ് കൊണ്ടുവന്നത്. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം 4 വർഷമാക്കുക. ഓർക്കുക, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രാഥമിക വിദ്യാഭ്യാസം 4 വർഷമാക്കുക എന്നുള്ളതും ഹർട്ടോഗ് കമ്മീഷന്റെ ഒരു ആശയമായിരുന്നു. പ്രാദേശിക സൗകര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായി സ്കൂൾ സമയവും ഒഴിവുകാലവും നിർണ്ണയിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടികൾ ഡെയിലി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി സ്കൂളിൽ വന്ന് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ പ്രാദേശിക സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി നമ്മൾ സ്കൂൾ സമയവും ഒഴിവുകാലവും തിട്ടപ്പെടുത്തണം എന്നുള്ളത് നമ്മുടെ ഹർട്ടോഗ് കമ്മീഷന്റെ ആവശ്യകതയായിരുന്നു. അതുപോലെ പാഠ്യപദ്ധതിയെ ഗ്രാമീണ ജീവിതവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കണം എന്നുള്ളതും ഹർട്ടോഗ് കമ്മീഷന്റെ ആശയമായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആശയം ഏതാണ്? അപവ്യയവും ഗതിരോധവും കുറയ്ക്കണം. അതുപോലെ സ്ത്രീക്കും പുരുഷന്മാർക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലുള്ള വിദ്യാഭ്യാസം വേണം. രണ്ടുപേരെയും ഒരേപോലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ കുട്ടികൾ നന്നായിട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ നന്നായിട്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരണമെങ്കിൽ നല്ല പ്രഗത്ഭരായ അധ്യാപകരുടെ ആവശ്യകത അവിടെ ഉണ്ട്. അപ്പൊ നല്ലൊരു അധ്യാപകർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അധ്യാപകർക്ക് നമ്മൾ വേതനവും സേവന വ്യവസ്ഥകളും അതുപോലെ തന്നെ പരിശീലനവും ഒക്കെ നൽകണം. പിന്നെ സ്കൂളിൽ കുട്ടികൾ കൂടുതലും വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാദേശിക സൗകര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥകൾക്ക് അനുസൃതമായി സ്കൂൾ സമയവും ഒഴിവുകാലവും തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഹർട്ടോഗ് കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ഹർട്ടോഗ് കമ്മീഷൻ മെയിനായിട്ട് നന്നായിട്ട് പഠിക്കുക. അടുത്തതായി പഠിക്കാനുള്ള കമ്മീഷനാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1937 സക്കീർ ഹുസൈൻ കമ്മിറ്റിയെ കുറിച്ചാണ് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത്. എന്താണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി പറയുന്നത്? 7 മുതൽ 14 വയസ്സുവരെ 7 വർഷക്കാലം ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്, ഓർത്തു വെക്കുക. വേറെ ഒന്നുമില്ല. ഈ കമ്മിറ്റിക്ക് മെയിനായിട്ട് ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. എന്താണ്? 7 മുതൽ 14 വയസ്സ് വരെയുള്ള 7 വർഷക്കാലം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ദേശീയ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ കമ്മീഷനാണ് നമ്മുടെ സക്കീർ ഹുസൈൻ കമ്മിറ്റി. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത സാർജന്റ് കമ്മീഷൻ. സാർജന്റ് കമ്മീഷൻ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അതായത് സ്വാതന്ത്ര്യത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്തെ അവസാനത്തെ കമ്മീഷനാണ്, അവസാനത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1944 സാർജന്റ് കമ്മീഷൻ വരുന്നത്. എന്താണ്? 1937 ഗാന്ധിജി ആവിഷ്കരിച്ച വാർത്താ പദ്ധതിയിലെ നിർദ്ദേശങ്ങളോട് സാമ്യമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു സാർജന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷനാണ് കേട്ടോ. ഓർക്കുക, മെയിനായിട്ട് ഓർക്കാനുള്ള സാർജന്റ് കമ്മീഷനിലെ പോയിന്റ് എന്താണ്? സാർജന്റ് കമ്മീഷൻ എന്ത് ചെയ്തു? ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക്കൽ എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, ആളോഹരി 11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ചെലവിടണം എന്ന് പറഞ്ഞ കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ 1813 നമ്മുടെ ചാർട്ടർ ആക്ട് വരുന്നത് അല്ലേ. ചാർട്ടർ ആക്ടിൽ എന്താ പറയുന്നേ? ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. 1813 നമ്മൾ ചാർട്ടർ ആക്ട് തുടങ്ങുന്ന ആ സമയത്ത് ചാർട്ടർ ആക്ടിലും മെക്കാളെ മിനിറ്റ്സിലൂടെയൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് കുറച്ചും കൂടെ ശക്തി ആർജിച്ചത് അല്ലേ. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മീഷന്മാരായിരുന്നു ചാർട്ടർ ആക്ട്, മെക്കാളെ മിനിറ്റ്സിൽ. അപ്പൊ അതിലൂടെയൊക്കെ പറയുന്നത് ആ സമയത്ത് എന്താ പറഞ്ഞേ? വർഷത്തിൽ 1 ലക്ഷം രൂപ എന്തിനു വേണ്ടി ചെലവഴിക്കും? വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ 1944 സാർജന്റ് കമ്മീഷൻ വന്നപ്പോൾ എന്ത് പറഞ്ഞു? ആളോഹരി
11 രൂപയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കണം, ഇന്ത്യയിൽ ചിലവഴിക്കണം എന്ന് പറഞ്ഞ കമ്മീഷനാണ് ഇത്, നമ്മുടെ സാർജന്റ് കമ്മീഷൻ. അപ്പൊ ഈ MI ആയപ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിന് അവർ എന്ത് ചെയ്തു, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ. അപ്പൊ വിദ്യാഭ്യാസം കൂടുതൽ ഡെവലപ്പ് ആവണമെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പൈസ ചെലവാക്കണം അല്ലേ. കുട്ടികൾക്ക് സ്കൂൾ വേണം, മികച്ച അധ്യാപകർ വേണം, പാഠപുസ്തകങ്ങൾ വേണം, പഠന സാമഗ്രികൾ വേണം. യെസ്, സോ എന്ത് ചെയ്യണം, നമ്മൾ ആളോഹരി 11 രൂപയെങ്കിലും ചെലവാക്കണമെന്ന് പറഞ്ഞ ഒരു കമ്മീഷനാണ് നമ്മുടെ 1944 സാർജന്റ് കമ്മീഷൻ. അതുപോലെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം, അതും നമ്മുടെ സാർജന്റ് കമ്മീഷൻ പറഞ്ഞു കേട്ടോ, വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക്കൽ എന്നിങ്ങനെ രണ്ടായി തിരിച്ച കമ്മീഷനാണ് നമ്മുടെ സാർജന്റ് കമ്മീഷൻ. ഓക്കെ, അപ്പം ഇത് ഇത്രയായപ്പോൾ 1944 ആയപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഭരണമൊക്കെ ഏറെക്കുറെ അവസാനിക്കാനുള്ള ഒരു കാലഘട്ടം എത്തി അല്ലേ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്തു, അത് ബ്രിട്ടീഷ് ഭരണത്തോടനുബന്ധിച്ചുള്ള കമ്മീഷൻ ഇതുകൊണ്ട് തീർന്നു. ഇനി അടുത്ത നമുക്ക് 1950 എന്ത് സംഭവിച്ചു, 1950 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായി. ശരിയല്ലേ? 1950 ഇന്ത്യക്ക് ഒരു സ്വന്തമായ ഒരു ഭരണഘടന വന്നു. ബാക്കിയുള്ള വിദ്യാഭ്യാസം മുഴുവനും, അല്ലെങ്കിൽ ബാക്കിയുള്ള വിദ്യാഭ്യാസം എല്ലാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ പിന്നീട് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ ചിട്ടകളും പ്രവർത്തനങ്ങളുമെല്ലാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ എന്താണ്, ഒരു സാഹോദര്യ മതേതരത്വ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യയാണ്, ഇന്ത്യയെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മതേതരത്വവും സോഷ്യലിസ്റ്റും സെക്യുലറിസവും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി ഒക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ജനതയെ വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിലധിഷ്ഠിതമായ അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തെ നമ്മൾ കൊടുക്കണം അല്ലേ. അതുപോലെ ഒരു വിദ്യാഭ്യാസത്തെ നമ്മൾ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വകുപ്പുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ വകുപ്പിലൂടെയും വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുണ്ട്. സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ആശയമാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ചും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അതുപോലെ മതപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പങ്കിനെ കുറിച്ചും ഒക്കെ ഈ വക കാര്യങ്ങളെല്ലാം, അതായത് വിദ്യാഭ്യാസത്തിന് നല്ലൊരു പങ്ക് നമ്മുടെ ഭരണഘടനയിലൂടെ നമ്മുടെ ഇന്ത്യ കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് പറയുന്ന കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട് നമുക്ക്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടിൽ ചോദിച്ചാലും എഴുതണം, ഇവിടെ സൈക്കോളജിയുടെ പാർട്ടിൽ ചോദിച്ചാലും എഴുതേണ്ട ആവശ്യകതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിൽ 1-2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഞാൻ പറയാം. ഒന്നാമത്തേത് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 45. നമ്മുടെ ഭരണഘടനയുടെ 45-ാം വകുപ്പാണ് സൗജന്യവും നിർബന്ധിതവുമായ സാർവത്രിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ ഭരണഘടനയുടെ 29-30 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ മതപരമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഭരണഘടനയുടെ 28-ാം വകുപ്പിലാണ് പറയുന്നത്. ഈ വക കാര്യങ്ങൾ മെയിനായിട്ട് ഏതാണ്, മതപരം പറയുന്നുണ്ട്, ഭരണഘടനയുടെ 28-ാം വകുപ്പിൽ പറയുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗക്കാരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് 29-30 വകുപ്പിലാണ് പറയുന്നത്. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് 45-ാം വകുപ്പിൽ പറയുന്നു. ബാക്കി ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പ്രാപ്തരാകുക. ഇതുവരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഇത്രയുമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ്, ആ കമ്മീഷന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.